ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ 124ാമത്തെ ദിവസമാണ്. സോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇല്ലായിരുന്നു. അത് നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോസിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. കാരണം നമ്മൾ മന്ത്ലി SL ഹിറ്റ് അയക്കണം. സോ അതുകൊണ്ട് ഈ കഴിഞ്ഞൊരു മാസം ഏകദേശം ലാസ്റ്റ് വീഡിയോ ചെയ്ത് 17-ാം തീയതി തോന്നുന്നുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. കാരണം മന്ത്ലി SL ഹിറ്റ് ആയതുകൊണ്ട് നമ്മൾ ആ മന്ത് ട്രേഡിങ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തിരുന്നു. സോ നമുക്ക് ഏകദേശം നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തത് 17-ാം തീയതി. അന്ന് ലോസിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. ഏകദേശം 1594.34 രൂപ നെറ്റ് ലോസിലായിരുന്നു നമുക്ക് നിന്നത് അന്ന് ചലഞ്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ. അതിനുശേഷം നമ്മൾ ഏകദേശം ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല. കാരണം ആ ഒരു മന്ത് ഫുള്ള് പിന്നെ നമ്മൾ ട്രേഡിങ് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. അതിന് ശേഷം ഇന്ന് നമ്മൾ ഈ മന്ത് പുതിയതായിട്ട് തുടങ്ങിയപ്പോൾ ഇന്നാണ് നമ്മൾ ട്രേഡ് എടുത്തത്. സോ നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല എന്നുള്ള ഒരു ഇത് ഞാൻ ബ്രോക്കറിൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് കാണിച്ചു തരാം. ഏകദേശം നോക്കുകയാണെങ്കിൽ അക്കൗണ്ട്സിൽ നമ്മൾ P&L സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ ഇവിടെ ഇപ്പോൾ എക്സ്ചേഞ്ച് ഹോള് നമ്മൾ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ നമ്മൾ 18-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഡേറ്റ് സെലക്ട് ചെയ്തതാണ്. സോ സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ കാണാൻ പറ്റും നമ്മൾ നോ ഡാറ്റ അവൈലബിൾ എന്ന് പറഞ്ഞാൽ ട്രേഡ്സൊന്നും നമ്മൾ പ്ലേസ് ചെയ്തിട്ടില്ല. കാരണം മന്ത്ലി SL അടിച്ചുകൊണ്ട് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. പിന്നെ ഇന്നാണ് നമ്മൾ ഈ മന്ത് സ്റ്റാർട്ട് ചെയ്തത്. ഈ 1-ാം തീയതി ഇന്നായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ട്രേഡ് പുതിയ സ്റ്റാർട്ട് ചെയ്തതാണ്. സോ ഇന്നത്തെ നമ്മുടെ സെറ്റ് പ്രകാരം നമുക്ക് ഏകദേശം 2 ട്രേഡ്സാണ് കിട്ടിയത്. ആ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. മൈ നെയിം ഈസ് മുബഷീർ. വെൽക്കം ടു മുബു മെട്രിക്സ്. സോ നമ്മുടെ സിസ്റ്റത്തിൽ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുത്തിയാണ്. കാരണം മാക്സിമം ഒരു ദിവസം 2 എൻട്രീസ് മാത്രം എടുക്കാമെന്നുള്ള ഒരു പ്ലാൻ വരുത്തിയാണ്. അതേമാതിരി നമ്മൾ അനാലിസിസ് ജസ്റ്റ് നമ്മൾ ഇൻഡെക്സൊക്കെ സ്വിച്ച് ചെയ്തിരിക്കണം. കാരണം ഇതുവരെ നമ്മൾ ഫ്യൂച്ചേഴ്സ് ആയിരുന്നു നോക്കിയത്. സോ ഇൻഡെക്സൊക്കെ സ്വിച്ച് ചെയ്തിരിക്കണം നമ്മളിപ്പോൾ നമ്മൾ അനാലിസിസും കാര്യങ്ങളൊക്കെ. സോ അത് ബേസ് ചെയ്തിട്ടാണ് ട്രേഡ്സും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ പിന്നെ നമ്മൾ നോർമലായിട്ട് SL വെച്ചിരുന്നത് ഏകദേശം നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ 8 പോയിൻറ്റും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ 20 പോയിൻറ്റ്സ് ആയിരുന്നു. അത് കുറച്ചും കൂടി വലുതാക്കിയാണ് ഏകദേശം. കാരണം ഈ പെട്ടെന്ന് SL ഹിറ്റ് ആവുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് സിസ്റ്റത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോൾ അതും ജസ്റ്റ് ഏകദേശം ഡബിളാക്കി. നമ്മൾ നിഫ്റ്റിയിൽ ഏകദേശം 16 പോയിൻറ്റും ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 34 പോയിൻറ്റുമാണ് നമ്മൾ ഇപ്പോൾ സ്റ്റിൽ യൂസ് ചെയ്യുന്നത്. അതും 1:3 ടാർഗറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. സോ ഏതായാലും നമുക്ക് ഇന്നത്തെ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പോയി നോക്കാം. സമയം ഏകദേശം 9:31 ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് ട്രേഡ് വന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് ട്രേഡ് വന്നത് മോർണിംഗ് ഓപ്പൺ ആയതിന് നല്ലൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. സോ ഓപ്പൺ ആയ ആ ടൈമിൽ തന്നെ സ്വീപ്പ് ചെയ്തിരുന്നു. പക്ഷേ ആ ടൈമിലാണ് നമുക്കൊരു റിജക്ഷൻ ക്യാൻഡിൽ വന്നൊരു FEG ടാപ്പ് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത്. ഏകദേശം നമുക്ക് ഇന്നലത്തെ ഈ ഒരു സിംഗ്ലോ തന്നെയാണ് നമ്മളെ ടാർഗറ്റ് വരുന്നത്. ഒന്നെങ്കിൽ അതൊക്കെ എക്സിറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഇതിലൊരു 34 പോയിൻ്റാണ് SL വെക്കുന്നത്. അപ്പോൾ 1:3 ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 102 പോയിൻറ്റ് ടാർഗറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യുക എന്നുള്ള പ്ലാനാണ്. സോ ഏതായാലും നോക്കാം നമുക്ക് ഈ ട്രേഡ് എങ്ങനെ പോകാമെന്നുള്ള ഏകദേശം നോക്കാം നമുക്ക്. സോ ഈ ട്രേഡ് നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ആയിക്കണം. പക്ഷേ പ്രീമിയത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടാർഗറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ ടാർഗറ്റ് നോർമൽ ഇൻഡെക്സിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ നമ്മൾ എക്സിറ്റ് ആയി മാറി. ഏകദേശം ഒരു 58 പോയിൻറ്റ്സോളം നമുക്ക് ഇതിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. സോ ഇനി നെക്സ്റ്റ് ട്രേഡ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം ഏകദേശം 2:26 ആയിക്കണം. നമുക്ക് സെക്കൻഡ് ട്രേഡ് വന്നതും ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ഏകദേശം ഈ ഒരു ഏരിയയിലുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി വന്നത്. സോ നമ്മൾ എൻട്രി എടുത്തതിന് ഏകദേശം എന്താവും നോക്കാം. ഏകദേശം മാർക്കറ്റ് ക്ലോസ് ആവാൻ വയ്ക്കണം. ഏകദേശം 3:15 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്യും. സോ അതിൻ്റെ ഉള്ളിൽ ടാർഗറ്റ് ഹിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങും ചെയ്യാം, അല്ലെങ്കിൽ SL ഹിറ്റ് ആവുകയാണെങ്കിൽ ഇറങ്ങാം, അല്ലെങ്കിൽ നമ്മൾ 3:15 നമുക്ക് ക്ലോസ് ചെയ്യാം. എന്തായാലും നോക്കാം ഈ ട്രേഡ് എങ്ങനെ പോകാമെന്നുള്ള ഏകദേശം നോക്കാം. ഈ ട്രേഡ് നമുക്ക് 3:15 വരെ നമ്മളുടെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ല. നമ്മൾ ഏകദേശം 3:15 ഇതിൽ എക്സിറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം നമുക്ക് ഏകദേശം ഒരു 21 പോയിൻറ്റോളാണ് നമുക്ക് ഇതിൽ പ്രോഫിറ്റ് കിട്ടിയത്. 3:15 ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആവുന്ന ടൈം ആയതുകൊണ്ട് എക്സിറ്റ് ചെയ്ത്. സോ ഇന്ന് നമ്മൾ 2 ട്രേഡ് എടുത്ത് 2 ട്രേഡ് നമുക്ക് പ്രോഫിറ്റിലാണ് ഇറങ്ങാൻ പറ്റിയത്. സോ ഏതായാലും ഇനി നാളെ നോക്കാം.
സോ ഇന്നത്തെ 2 ട്രേഡ്സ് നിങ്ങൾ കണ്ടല്ലോ. ടോട്ടലി 2 ട്രേഡ്സാണ് വന്നത്. സോ ആ ട്രേഡ്സ് നമ്മൾ ഓൾറെഡി എക്സലിൽ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. 2 ട്രേഡ്സിൻ്റെ PNL നോക്കുകയാണെങ്കിൽ ഡേ 124 1 ജൂലൈ നമുക്ക് 2 ട്രേഡിൽ കൂടി പ്രോഫിറ്റ് കിട്ടി 2766.75 ഇന്നത്തെ ചാർജ് നമുക്ക് നാളെ അറിയാൻ കഴിയുള്ളൂ. സോ നാളെ അപ്ഡേറ്റ് ചെയ്യാം. സോ നമ്മൾ ഡേ 124 ഡേ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 1172 രൂപ നെറ്റ് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. സോ ഏതായാലും ഈ ചലഞ്ച് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് നമുക്ക് നോക്കാം. സോ ഈ ചലഞ്ച് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.